ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഓൾറെഡി 4 ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ 5ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ 5th ക്വസ്റ്റ്യൻ ഹാസ് 2 ക്വസ്റ്റ്യൻ. ഈ 5ാമത്തെ ചോദ്യത്തിന് 2 പാർട്ടുണ്ട്, അല്ലെങ്കിൽ 2 ചോദ്യമുണ്ട്. 5A 5B. യു ഓൺലി നീഡ് ടു ആൻസർ വൺ ഓഫ് ദ. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എത്ര ഫ്രാക്ഷൻ എത്രയാണെന്ന് എഴുതാനാണ്. അപ്പോൾ ഇവിടെ 1 2 3 പാർട്ടാണുള്ളത്. അതിൽ ഒരു പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പം നമുക്ക് ഇത് 1/3 എന്ന് അടയാളപ്പെടുത്താം. നെക്സ്റ്റ് ഇവിടെ നോക്കാം, 1 2 3 4 5 6 7 8 9 10 11 12 പാർട്ടുണ്ട്. അതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് 1 2 3 4 5. അപ്പം നമുക്ക് 5/12 എന്ന് എഴുതാം, 5/12 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് represent the sum of fractions obtained by joining shaded parts of the given circle? അപ്പോൾ നമ്മളിവിടെ ഈ 2 പാർട്സ് കണ്ടു. ആ 2 പാർട്സ് ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആൻസർ കിട്ടുന്നതെന്നും അതിൻ്റെ കറക്റ്റ് ആൻസറാണ് എഴുതേണ്ടത്. ഇത് രണ്ടും ജോയിൻ ചെയ്താൽ കിട്ടുന്ന കറക്റ്റ് ആൻസറാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 1/3 ആണ്. ഓക്കെ, 1/3 പ്ലസ് 5/12 ആണ്. 1/3 പ്ലസ് 5/12. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. അപ്പോൾ നമുക്ക് 3ൻ്റെയും 12ൻ്റെയും മൾട്ടിപ്പിൾസ് എഴുതി നോക്കാം. അപ്പോൾ 3 6 9 12. 12ൻ്റെ 12 24. അപ്പോൾ ഏറ്റവും ചെറിയത് ഏതാണ്? 12 ആണ്. അപ്പോൾ നമ്മൾ 12 എടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 1/3നെയും നമ്മൾ ഡിനോമിനേറ്റർ 12ലേക്ക് മാറ്റണം. 5/12 ഓൾറെഡി 12 തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? 4 ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെ എന്തുകൊണ്ട് ചെയ്യണം? 1 × 4 തന്നെ എഴുതണം. അപ്പോൾ 4/12 കിട്ടി. ഇനി നമുക്ക് ഇത് ആഡ് ചെയ്തുകൂടെ? ഇത് ആഡ് ചെയ്യുമ്പോൾ 4/12 പ്ലസ് 4/12 പ്ലസ് 5/12. 4 പ്ലസ് 5/12. ഓക്കെ, അപ്പോൾ 9/12. അപ്പോൾ നമ്മുടെ ആൻസർ 9/12 ആണ്. അത് ഇതിലുണ്ടോ നോക്കുക. അപ്പോൾ യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ്, ദർ ആർ 2 bottles ഓഫ് 4 1/2 ലിറ്റർ കപ്പാസിറ്റി. 2 ബോട്ടിലുണ്ട്. 2 ബോട്ടിലിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 4 1/2 ലിറ്റർ കപ്പാസിറ്റിയാണ്. 1 ഓഫ് ദം കണ്ടെയ്ൻസ് 3 1/2 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ആൻഡ് ദ സെക്കൻഡ് 2 3/4 ലിറ്റർ ഓഫ് മിൽക്ക്. ഓക്കെ, അപ്പോൾ ഒരു ബോട്ടിൽ എത്ര ഉണ്ട്? 3.5 ലിറ്റർ ഉണ്ട്. 3 1/2 ലിറ്റർ ഉണ്ട്. രണ്ടാമത്തെ ബോട്ടിൽ 2 3/4 ലിറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം 2 ബോട്ടിലുണ്ട് ഇവിടെ. 2 ബോട്ടിലുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 4 1/2 ആണ്. 4 1/2 ആണ് 2ൻ്റെ കപ്പാസിറ്റി. അത്രയും ലിറ്റർ വെള്ളം കൊള്ളും, മിൽക്ക് കൊള്ളും. പക്ഷേ ഒന്നിൽ എത്രയുണ്ട്? 3 1/2 ആണുള്ളത്. ഒന്നിൽ 3 1/2ഉം രണ്ടാമത്തേൽ 2 3/4 ആണുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, മിൽക്ക് ഈസ് പോർഡ് ഫ്രം 1 ബോട്ടിൽ ടു അനദർ. ഒരു ബോട്ടിൽ നിന്ന് വേറെ ബോട്ടിലേക്ക് മിൽക്ക് എന്താണ്? ഒഴിക്കുകയാണ്. ഓക്കെ, ഒരു ബോട്ടിൽ നിന്ന് വേറെ ബോട്ടിലേക്ക് മിൽക്ക് ഒഴിക്കുകയാണ്. അണ്ടിൽ 1 ബോട്ടിൽ ഈസ് ഫുൾ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വിൽ ബി ഇൻ ദ ബോട്ടിൽ വിത്ത് ലെസ് മിൽക്ക്? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ 2 ബോട്ടിൽ ഇവിടെ ഉണ്ട്. 2 ബോട്ടിലുണ്ട്. അതിൽ ഒരു ബോട്ടിൽ എത്രയാണ്? 3 1/2ഉം മറ്റേ ബോട്ടിൽ 2 3/4ഉം ഉണ്ട്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 1/2 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് ഈ ബോട്ടിലേക്ക് ഒഴിച്ചാൽ ഇതെന്ന് അറിയണമെങ്കിൽ ഇനി എത്ര വേണം? അപ്പോൾ ഇതിൽ എത്ര ഉണ്ടാവും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പം ബോട്ടിൽ 1 എന്ന് പറയുമ്പം കപ്പാസിറ്റി എത്രയാണ്? 4 1/2 ലിറ്റേഴ്സാണ്. ഓക്കെ, ബോട്ടിൽ 1ൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 1/2 ലിറ്റേഴ്സാണ്. അപ്പോൾ കറൻറ്റ് എത്രയാണ് ഉള്ളത്?
എത്രയാ ബോട്ടിലുള്ളത് 3 ലിറ്റേഴ്സാണ്. അപ്പോൾ ഇനി എത്ര ഈ ഒരു ഫസ്റ്റ് ബോട്ടിൽ നിറയാൻ എത്ര ഇപ്പോൾ 3 വരെ ഉണ്ട്, ഇനി 4 വരെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ എത്ര സ്പേസ് ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്? അപ്പോൾ 4 മൈനസ് 3 4 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 മൈനസ് 3 1/2 മൈനസ് 1/2. അപ്പോൾ 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 1/2 1/2 മൈനസ് ചെയ്താൽ 0. അപ്പോൾ നമുക്ക് 1 ലിറ്ററാണ് ഇനി അതിലേക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അത് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ബോട്ടിൽ 2നെ നോക്കാം. ബോട്ടിൽ 1/2 ലിറ്ററാണ്. അതിൽ കറൻറ്റ് ഇപ്പോൾ എത്ര ഉണ്ട്? 3/4 ആണ് ഉള്ളത്. ഓക്കെ, കറൻറ്റ് ഇപ്പോൾ 3/4 ആണുള്ളത്. ഓക്കെ, എമൗണ്ട് പോർഡ് ഔട്ട്, ഇതിൽ നിന്ന് ഈ 3/4 ഉള്ളതിൽ നിന്ന് 1 ലിറ്റർ നമ്മൾ മറ്റതിലേക്ക് ഒഴിക്കണം, എന്നാലാണ് അത് ഫില്ലാവുക അല്ലേ. റിമൈനിങ് എമൗണ്ട് ഇൻ ബോട്ടിൽ 2. അപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ എത്ര ഉണ്ടാവും? 3/4. അതായത് ആദ്യത്തെ ബോട്ടിൽ 1/2 ഉണ്ട്, അത് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ 1 ലിറ്റർ കൂടി ഒഴിക്കണം. ഓക്കെ, 1 ലിറ്റർ കൂടി ഒഴിക്കണം. അപ്പോൾ നമ്മൾ 3/4 1 ലിറ്ററിന് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 3/4 1 ലിറ്റർ മൈനസ് ചെയ്താൽ എത്രയാണ്? 1/3/4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാനുണ്ട്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 1. ഇവിടെ കുറേ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിലേതോ ഒന്ന് ഈക്വൽ ടു 1 അല്ല, ഒന്നിനോട് സമമല്ല. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ 4 ചെയ്തു നോക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യത്തേത് എത്രയാണ്? 1/2 പ്ലസ് 1/4 പ്ലസ് 1/4. ഇതാണ് നമ്മുടെ ആദ്യത്തേത്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ എന്താക്കണം? ഇതിനെ കോമൺ ആക്കണം. അപ്പോൾ നമുക്ക് 2ഉം 4ഉം അറിയാം. 2 4 6 8 ആണ് 2ൻ്റെ മൾട്ടിപ്പിൾസ്. 4ൻ്റെ തന്നെ 4 8 12 ആണ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ 4 ആണ് അല്ലേ, 4 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് രണ്ടും 4 ആണ്. ഇനി 1/2നെ മാത്രം 4ലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ 2നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 4 കിട്ടുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ 1നെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 2 2/4. അപ്പോൾ 1/2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2/4. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുക. 2/4 പ്ലസ് 1/4 പ്ലസ് 1/4. 2 + 1 3 3 + 1 4. 4/4 എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ആദ്യത്തെ ഓപ്ഷന് ശരിയാണ്, 1നോട് ഈക്വലാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. രണ്ടാമത്തേത് 1/2 പ്ലസ് 1/3 പ്ലസ് 1/6. അപ്പോൾ ഇവിടെയും എന്താണ്? ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. 2ഉം 3ഉം 6ഉം ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഒരുപോലെ ആക്കണം അല്ലേ. 1/2 പ്ലസ് 1/3 പ്ലസ് 1/6. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ഇവിടെ 6 ആണ്. അതെങ്ങനെ കിട്ടി? ഇപ്പം 2ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതാന്ന് വെച്ചാൽ 2 4 6 8. 3ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതാന്ന് വെച്ചാൽ 3 6 9. 6ൻ്റെ എഴുതാന്ന് വെച്ചാൽ 6 12. അപ്പോൾ ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറുതിട്ടുള്ള മൾട്ടിപ്പിൾ ഏതാണ്? 6 ആണ്. അതുകൊണ്ടാണ് കോമൺ ഡിനോമിനേറ്റർ 6 ആയത്. ഇനി നമുക്ക് എളുപ്പമല്ലേ, നമുക്ക് 1/2നെ ഡിനോമിനേറ്റർ 6ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം 2നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 6 കിട്ടുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 6 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1 × 3 3/6. അതാണ് ഇവിടെ കിട്ടിയത്. ഇനി 1/3 എന്ന് പറയുമ്പോൾ 1/3നെയും നമ്മൾ 6ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 6 കിട്ടും? 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 6 നിൽക്കാം. അപ്പോൾ നമ്മൾ 1നെയും എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 2 2 2/6. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 1/6 ആണ്. അതിന് നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വേണ്ട. അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 3/6 2/6 പ്ലസ് 1/6. അപ്പം 3 + 2 5 5 + 1 6 6/6. 6/6 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും എന്താണ്? ഈക്വൽ ടു 1 ആണ്. അപ്പോൾ രണ്ടും കറക്റ്റാണ്. ഇതും കറക്റ്റായി. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. 3/4 + 1/8 + 1/8. അത് നമുക്ക് അടുത്തത് എന്താണ്? 3/4 + 1/8 1/8 ആണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ
8ലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3/4 നമ്മൾ 8ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 8 കിട്ടിയത്. അപ്പോൾ നമ്മൾ 3നെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 6 കിട്ടി, 6/8. ഇനി നമ്മൾ 3/4 ഈക്വലായിട്ട് 6/8 കിട്ടി. ഇനി നമ്മൾ +1/8 +1/8 6 + 1 7 7 + 1 8 8/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനും എന്താണ്, ശരിയാണ്, 1നോട് ഈക്വൽ ആണ്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്, 1/2 + 1/3 + 1/4. അത് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. 1/2 + 1/3 + 1/4. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെ കോമൺ ഡിനോമിനേറ്റർ 12 ആണ്. അപ്പോൾ 1/2നെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 6/12 കിട്ടും. 1/3നെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ 4/12 കിട്ടും. 1/4നെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ നമുക്ക് 3/12 കിട്ടും. ഇനി നമ്മൾ എല്ലാം കൂട്ടുകയാണ്. 6/12 + 4/12 + 3/12. അത് കിട്ടുന്നത് 6 4 10 10 കൂട്ടണം 3 13 13/12. അത് ഈക്വൽ അല്ലല്ലോ, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൽ ഓപ്ഷന് ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഖിൽസ് ഹൗസ് ഹാസ് സ്കാറ്റർ ഏരിയ. അഖിലിൻ്റെ ഹൗസിൽ പശു ഉണ്ട്. 1 day they got 6 1/2 ലിറ്റർ മിൽക്ക് ഇൻ ദ മോർണിംഗ്. അവർക്ക് രാവിലെ 6 1/2 ലിറ്റർ മിൽക്ക് കിട്ടും. ആൻഡ് 5 3/4 ഓഫ് മിൽക്ക് ഇൻ ദ ഈവനിങ്. ഓൺ ദാറ്റ് ഡേ ദേ ഗേവ് 10 1/2 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ടു ദ സൊസൈറ്റി. അപ്പോൾ രാവിലെ എത്ര കിട്ടും, വൈകുന്നേരം 5 3/4 കിട്ടും. അവർ ആ ദിവസം 10 1/2 ലിറ്റർ സൊസൈറ്റിക്ക് കൊടുത്തു. റിമൈനിങ് മിൽക്ക് വാസ് യൂസ്ഡ് ഫോർ ഹൗസ് ഹോൾഡ് നീഡ്സ്. ഹൗ മെനി ലിറ്റേഴ്സ് മിൽക്ക് വർ കെപ്റ്റ് ഫോർ ഹൗസ് ഹോൾഡ് നീഡ്സ്. അപ്പോൾ രാവിലെയും വൈകുന്നേരം കിട്ടിയത് നമ്മൾ ആഡ് ചെയ്യണം. അതിൽ നിന്ന് 10 1/2 നമ്മൾ സൊസൈറ്റിക്ക് കൊടുത്തത് മൈനസ് ചെയ്താൽ നമുക്ക് വീട്ടാവശ്യത്തിന് എത്ര ഉപയോഗിച്ചത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, മോർണിംഗിലുള്ള ഈവനിങ്ങിലുള്ള മിൽക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മോർണിംഗിലുള്ള മിൽക്ക് 6 1/2 ആണ്. ഈവനിങ്ങിലുള്ളത് 5 3/4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഹോൾ നമ്പേഴ്സ് പൂർണ്ണസംഖ്യകൾ നമ്മൾ ആദ്യം കൂട്ടി. അതേപോലെ ഫ്രാക്ഷൻസ് ഒരു സൈഡിലേക്ക് മാറ്റി. 1/2 + 3/4. 6 + 5 ആണ് 11. ഇവിടെ നമുക്ക് കൂട്ടുമ്പോൾ ഇത് ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ എന്താക്കണം, ഇതിനെ ഡിനോമിനേറ്റർ 1 ആക്കണം. 3/4 ആണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് 2ൻ്റെയും 4ൻ്റെയും എന്താണ് കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ഏതായിരിക്കും, 4 ആയിരിക്കും. അപ്പോൾ 4നെ 2 × 2 ആണ് 4. അപ്പോൾ 1 × 2. ഓക്കെ, പിന്നെ +3/4. ഇത് ഇതേപോലെ തന്നെ എഴുതാം, കാരണം ഡിനോമിനേറ്റർ 4 തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടിയത് 5/4 ആണ് അല്ലേ. അപ്പം 11 5/4. ഓക്കെ, ഈ 5/4ന് നമ്മൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ, ഈ 5/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 5/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, 5/4 എന്ന് പറയുന്നത് 4/4 + 1/4 ആണ്. ഈ 4/4 എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് ഇതെന്ത് എഴുതാം, 11 1 1/4 എന്ന് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ 11 + 1 എന്ന് പറയുന്നത് 12 ആണ്. 12 1/4. നമ്മുടെ ആൻസർ എത്രയാണ്, 12 1/4 ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ ആഡ് ചെയ്തു, ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്തു. പിന്നെ നമുക്ക് ഫ്രാക്ഷൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ കോമൺ ഡിനോമിനേറ്ററായ 4ലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 5/4 കിട്ടി. 5/4നെ നമ്മൾ പിന്നെ എന്താണ് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി. അതെങ്ങനെ മാറ്റി, 4/4 + 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 1/4. അപ്പോൾ ആദ്യം നമുക്ക് കൂട്ടി വെച്ചാൽ 11ഉം കൂട്ടിയിട്ട് 11 + 1 12 12 1/4 ലിറ്റേഴ്സ്. അപ്പോൾ മോർണിംഗിലും ഈവനിങ്ങിലും കൂടിയിട്ട് കിട്ടിയ മിൽക്കാണ് 12 1/4. ഇനി നമ്മൾ സൊസൈറ്റിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ. സൊസൈറ്റിക്ക് എത്ര കൊടുത്തത്, സൊസൈറ്റിക്ക് കൊടുത്തത് എത്രയായിരുന്നു,
സൊസൈറ്റിക്ക് കൊടുത്തത് എത്രയായിരുന്നു? 10 1/2 ആണ് സൊസൈറ്റിക്ക് കൊടുത്തത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 12 1/4 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സൊസൈറ്റിക്ക് കൊടുത്ത 10 1/2 നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, ഇവിടെയും നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. 12 - 10 ഓക്കെ, 1/4 - 1/2 ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് സ്റ്റെപ്പ് എന്ന് നോക്കാം. അപ്പം 12 1/4 എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഒന്ന് സ്പ്ലിറ്റാക്കി എഴുതി 11 + 1/4 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ 11 5/4 നേരത്തെ എഴുതിയ പോലെ തന്നെ 11 5/4 എന്ന് എഴുതി. ഇനി നമുക്ക് ഇതിൽ നിന്നാണ് എന്ത് മൈനസ് ചെയ്യേണ്ടത്? 10 1/2 മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 11 5/4 10 1/2 ആണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ 11 - 10 11 - 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 ആണ്. ഇനി നമുക്ക് 5/4 - 1/2 അല്ലേ? അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 5/4 - 1/2നെ നമ്മൾ 4ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4 2/4 എന്നാക്കും. 2/4. അപ്പോൾ 5 - 2 ദാറ്റ് ഈസ് 3/4. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1 1/34. മനസ്സിലായല്ലോ? നമ്മൾ നേരത്തെ കിട്ടി നമുക്ക് 11 1/4 12 1/4 ആയിരുന്നു. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതി 11 5/4 എഴുതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 12 1/4 മൈനസ് 3/4 1/2 ആണല്ലോ ഉള്ളത്. ആ 1/2 എന്തായാലും 1/4 1/2 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് സ്പ്ലിറ്റ് എഴുതിയതാണ്. നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പമാവാൻ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ 11 + 1 + 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 11 5/4. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് നമുക്ക് സൊസൈറ്റി കൊടുത്ത മിൽക്ക് എന്ന് പറഞ്ഞാൽ 10 1/2 ആയിരുന്നു. അപ്പോൾ ആ 10 1/2നെ നമുക്ക് 5/4 - 1/2. ഓക്കെ, അപ്പോൾ നമ്മൾ ഈക്വൽ ഫ്രാക്ഷൻ ആക്കണം. അതുകൊണ്ടാണ് 5/4 - 2/4 എന്നായത്. ഓക്കെ, അപ്പോൾ ഈക്വൽ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2/4 ഇവിടെ എഴുതിയത്. അത് നമ്മൾ കാൽക്കുലേഷൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിന്ന് മൈനസ് ചെയ്ത് നമുക്ക് 1 3/4 ലിറ്റേഴ്സാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി അടുത്തത് ഇതിൻ്റെ ഈ ഒരു പാറ്റേൺ ഡ്രോ ചെയ്യാനാണ്. ഇങ്ങനത്തെ പാറ്റേൺ ഡ്രോ ചെയ്യാൻ എന്തായാലും ഉണ്ടാവും. അത് നിങ്ങൾ പഠിച്ച് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1/6 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ആംഗിൾ മെഷർ ഓഫ് എ ഷെയ്ഡഡ് പാർട്ട്? അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ മൊത്തത്തിൽ 1 2 3 4 5 6 6ൽ ഒരു പാർട്ടാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ മൊത്തത്തിൽ ഈ സർക്കിൾ എന്ന് പറയുന്നത് 360 ആണ് ആംഗിളിൻ്റെ സമ്മ് അല്ലേ? അപ്പോൾ 360 ÷ 6 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം. അപ്പോൾ നമ്മൾ ഫുൾ പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്